നമസ്കാരം. ജെഎം ടോക്സിലേക്ക് സ്വാഗതം. ടെക്നോ പാർക്ക് മുൻ സിഇഒയും മുൻ ആസൂത്രണ ബോർഡ് അംഗവുമായ ശ്രീ വിജയരാഘവനാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്കാരം. അങ്ങ് ടെക്നോ പാർക്ക് പോലെ വലിയൊരു സ്ഥാപനം, ഒരു കേരളത്തിൽ ഏകദേശം 4,00,000-ലേറെ ആൾക്കാർക്ക് ഇന്ന് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ സ്ഥാപകനാണ്. 1,00,000 ഇപ്പോൾ. അതുപോലെ ദീർഘകാല ഏകദേശം 5 വർഷത്തോളം ആസൂത്രണ ബോർഡ് അംഗമായിരുന്നു. ഇന്നിപ്പോൾ പുതിയൊരു സർക്കാർ അധികാരത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ 10 വർഷം എടുത്ത് മുന്നണി സർക്കാർ ഭരിച്ചതിന് ശേഷം പുതിയൊരു സർക്കാർ, അത് ചിലപ്പോൾ ഈ സർക്കാരിന് തുടർച്ചയാവാം, അല്ലെങ്കിൽ UDF സർക്കാർ അധികാരത്തിലേക്ക് തിരിച്ചു വരികയായിരിക്കാം. അപ്പോൾ UDF സർക്കാരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഒട്ടേറെ വെല്ലുവിളികൾ നേരിടേണ്ട ഒരു സാഹചര്യമായത്. പ്രത്യേകിച്ച് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ സംസ്ഥാനത്തിലെ ജനങ്ങൾ UDF സർക്കാരിനെ അധികാരത്തിലേറ്റുകയാണെങ്കിൽ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് സർക്കാരിനെ കുറിച്ച്. ഈ സർക്കാരിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? UDF അല്ല LDF വന്നാലും ചാലഞ്ചസ് സെയിം ആയിരിക്കും. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, സാമ്പത്തിക സ്ഥിതി. രണ്ടാമത് വരുന്നത് എങ്ങനെയാണ് ഈ സാമ്പത്തിക സ്ഥിതിയുടെ വേറൊരു സൈഡാണ് ടാക്സ് കളക്ഷൻ. നമുക്ക് ശരിക്കും GST ഒക്കെ ഒരു 8% വെച്ച് കൂടുന്നുള്ളൂ. GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 28% കൂടുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ബഡ്ജറ്റിംഗ് ചെയ്തത്. അപ്പോൾ അതിൽ ഡെഫിനറ്റായിട്ടും ഒരു മാറ്റം. അപ്പോൾ എവിടെയോ ലീക്കേജ് ഉണ്ട്. രണ്ടാമത് കംപ്ലയൻസ്. നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇത്രയും പോരാ ടാക്സ് കളക്ഷൻ എന്നുള്ളൊരു ഫീലിംഗ് വരുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ, അപ്പോൾ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഉണ്ട്. രണ്ടാമത്തെ വരുമാനം വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർ പൈസ ചിലവാക്കണം. ഇവിടെ ആൾക്കാർ പൈസ ചിലവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തൊഴിൽ സാധ്യതകൾ കൂട്ടണം. അപ്പോൾ മലയാളികൾ പലരും ബാംഗ്ലൂരും മറ്റ് സ്ഥലങ്ങളിലും പോയി ജോലി ചെയ്യുമ്പോൾ അവർ ചിലവാക്കുന്ന പൈസ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല. അത് മറ്റൊരു കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ ജോലി വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അപ്പോൾ അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ. എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് വരുന്ന സർക്കാർ ആരുടെ ആയിരുന്നാലും അവർ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന് എംപ്ലോയ്മെൻറ്റ് ജനറേഷനാണ്. പുതിയ തൊഴിൽ സാധ്യതകൾ കേരളത്തിലേക്ക് കൊണ്ടുവരിക. അതിന് പലപ്പോഴും നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന തൊഴിൽ സാധ്യതകൾ ഗവൺമെൻറ് പൈസ മുടക്കും. ഗവൺമെൻറ് പൈസ മുടക്കണമെന്നില്ല. ഗവൺമെൻറ് പൈസ മുടക്കാതെ തന്നെ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു നല്ലൊരു അന്തരീക്ഷം വരെയാണ്. പിന്നെ ചില മാറ്റങ്ങൾ, മെയിൻലി പോളിസി ചേഞ്ചസ് ആണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വലിയൊരു കാര്യം ശരിക്കും ഉടച്ചു വാർക്കേണ്ട ഒരു ഇത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ രംഗം. കാരണം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ശരിക്കും അൺഎംപ്ലോയബിൾ ഗ്രാജുവേറ്റ്സിനെയും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിലൊരു വലിയ മാറ്റം വരണം. ആ മാറ്റം വന്നാൽ തന്നെ ആളുകൾ ഇവിടെ വരും നിക്ഷേപിക്കാൻ. കാരണം അവർക്കിവിടെ നിന്ന് ആൾക്കാരെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനേക്കാൾ ഇവിടെ വരുന്നതാണ് നല്ലത്. മറ്റൊന്ന്, ഒരു അന്തരീക്ഷം ബെറ്ററാണ്. അപ്പോൾ ഒരു ഓവറോൾ ഒരു നമ്മൾ പറയുന്ന ഒരു എൻവയറമെൻറ്റും ഇക്കോസിസ്റ്റവും അതിനൊരു വലിയ ഇമ്പ്രൂവ്മെൻറ്റ് കാണുകയും ഇൻവെസ്റ്റ്മെൻറ്റ് വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് ഉന്നത വിദ്യാഭ്യാസത്തിൽ വലിയൊരു മാറ്റം വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയത്. അതിൻ്റെ പരിണിതഫലം നമ്മൾ അറിഞ്ഞു. പക്ഷേ ഈ സർക്കാർ തന്നെ, ഈ സർക്കാരിൻ്റെ അവസാന കാലമായപ്പോഴത്തേക്ക് ഏകദേശം 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വീണ്ടും വിചാരം ഉണ്ടായി. വിദേശ സർവകലാശാലകളുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഇവിടെ കൊണ്ടുവരണമെന്നുള്ള തരത്തിലേക്ക് അവരുടെ നിലപാട് മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാം അത്തരത്തിലുള്ള മാറ്റങ്ങൾ UDF സർക്കാരാണ് വരുന്നതെങ്കിൽ അവർ കൊണ്ടുവന്നാലും അത് ഇടത് പ്രതിപക്ഷത്തു നിന്ന് അതിനുള്ള സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം വലിയൊരു ചേഞ്ച് ഉണ്ട് മൈൻഡ് സെറ്റിൽ. ഭരിക്കുന്ന മലയാളികളുടെ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ഉണ്ട്. അപ്പം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ നമുക്ക് എതിർപ്പില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് ടെക്നോളജി പാർക്സിന് എതിർപ്പില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അതെല്ലാം ഒരു വിധത്തിൽ പുതിയൊരു ഏത് ഗവൺമെൻറ് വന്നാലും കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കുറേ ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ശരിക്കും ഇപ്പോഴും ഫൈനൽ ആക്ട് പാസ്സാക്കിയിട്ടില്ല. അത് ആയിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കുറേ പേര് വരും. നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, നമ്മൾ പലപ്പോഴും പഴയ ബാഗേജും കൊണ്ട് നടന്ന ആൾക്കാരാണ്. അമൃത യൂണിവേഴ്സിറ്റി എന്തുകൊണ്ടാണ് കോയമ്പത്തൂർ പോയത്? നമ്മളൊന്നും ഇവിടെ അലൗ ചെയ്തില്ല. ഒന്നുമില്ല. നമ്മുടെ ഇപ്പോൾ NI കോളേജ്, നൂറുൽ ഇസ്ലാം ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവർ പോയിരിക്കുന്നത് കേരളത്തിൻ്റെ ബോർഡറിലാണ്. നമ്മൾ പ്രൈവറ്റ് സർവകലാശാല അനുവദിച്ചിരുന്നെങ്കിൽ അവർ കേരളത്തിൽ തന്നെ വരുമായിരുന്നു. അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സ്. നമ്മൾ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി നോക്കിയാൽ അവിടെ മിക്കവാറും എല്ലാവരും മലയാളി അച്ഛന്മാരാണ്.
അപ്പോൾ ഏത് കമ്മ്യൂണിറ്റി ആയിരുന്നാലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചില പോളിസീസ് കാരണം അവരിവിടുന്ന് പുറത്തു പോയി. അവരൊന്നും തിരികെ വരണമെന്നില്ല, പക്ഷെ അവരുടെ ക്യാമ്പസുകൾ തിരികെ തുടങ്ങാൻ പറ്റും ഇവിടെ. മറ്റു പലരും വരും. മണിപ്പാൽ എത്രയോ കാലം അവർക്ക് ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങണമെന്നുണ്ടായിരുന്നു, നമ്മൾ സമ്മതിച്ചു. പക്ഷേ ഇപ്പോൾ ഇനി വരില്ല, കാരണം ഒരുപാട് മെഡിക്കൽ കോളേജുകളായി. അപ്പോൾ ആ പോളിസി ചേഞ്ചസിൽ വന്നത് കാരണം ആര് പുതിയ ഗവൺമെൻറ് വന്നാലും കുറേ കാര്യങ്ങൾ ഫൗണ്ടേഷൻ ആയിട്ടുണ്ട്. പക്ഷെ വേറൊരു വലിയൊരു ചലഞ്ചുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റേഷൻ സെക്ടറാണ്. പ്ലാന്റേഷൻ സെക്ടറിൽ മാറ്റം വേണമെന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്തും ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് സമയത്തും ബാലഗോപാലുമായിട്ടുള്ള പല ഡിസ്കഷൻസിലും വളരെ ക്ലിയർ ആയിട്ട് പ്ലാന്റേഷൻ സെക്ടറിൽ മാറ്റം വരണം എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പല തടസ്സങ്ങളും വന്നിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ലാൻഡ് റിഫോംസ് നല്ല കാര്യങ്ങളാണ്. പക്ഷെ ലാൻഡ് റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലത്ത് ഉണ്ടായിരുന്ന പ്ലാന്റേഷൻ ക്രോപ്പുകളാണ് തേയിലയും കാപ്പിയും റബ്ബറും പിന്നെ ഏലം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പക്ഷെ അത് കാലം മാറും തോറും അതിൽ ചേഞ്ച് വരണം. അപ്പോൾ അതിൽ നമുക്കിന്ന് തെങ്ങ് അതിൻ്റെ ഭാഗമല്ല, പക്ഷേ ഫ്രൂട്ട് ട്രീസ് ചെയ്യാമല്ലോ. ഫ്രൂട്ട് ട്രീസ് ചെയ്യാം, വെജിറ്റബിൾസ് ചെയ്യാം. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു ഗുണം, ഇപ്പോൾ ടീ, മിഡ് ആൾട്ടിറ്റ്യൂഡ് ടീ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫെയിലിയറാണ്. അതുപോലെ തന്നെ വേണമെങ്കിൽ അവിടെങ്കിൽ അവർക്ക് കാടായിട്ട് കിട്ടും, കാട് തുടങ്ങാം, ഫോറസ്ട്രി ചെയ്യാം. ഇതൊക്കെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ ഈ ചർച്ച കേൾക്കുന്നവരുടെ, പക്ഷേ തീരുമാനം എടുക്കാനായിട്ട് ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞില്ല. നയപരമായ പ്രശ്നം തന്നെയായിരിക്കും. ഇല്ല, അവരുടെയും ഇതിൻ്റെ അകത്ത് പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ബഡ്ജറ്റിൽ എവിടെയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ തടസ്സം വന്നിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോൾ UDF ഗവൺമെന്റ് വരുമ്പോഴത്തേക്ക്, UDF ഗവൺമെന്റ് അല്ല, അടുത്ത LDF വന്നാലും അവർക്ക് ഇതിന്റെ തുടർച്ചയാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ ചേഞ്ചസ് വന്നുകൊണ്ട് പ്ലാന്റേഷൻ സെക്ടർ, അവിടെ നമ്മൾ റിയൽ എസ്റ്റേറ്റിനല്ല കൊടുക്കുന്നത്, ആ പ്ലാന്റേഷൻ സെക്ടറിൽ തന്നെ ഒരുപാട് തൊഴിലവസരങ്ങൾ വരും. പലർക്കും കുറച്ച് ലാൻഡ് വാങ്ങി 50 ഏക്കർ 100 ഏക്കർ വാങ്ങിയിട്ട് അവിടെ ഫ്രൂട്ട് കൃഷി തുടങ്ങും. പക്ഷെ ഫ്രൂട്ട് കൃഷി തുടങ്ങിയാൽ തേയില പോലെയല്ല. ഈ ഫ്രൂട്ട് കൃഷി തുടങ്ങിയാൽ ഈ ഫ്രൂട്ട് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കോൾഡ് ചെയിൻ തുടങ്ങണം, ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. രണ്ടാമത് ഈ ഫ്രൂട്ട്സ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരുപാട് അഡീഷണൽ തൊഴിലവസരങ്ങൾ വരും. ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇനിയും കാർഷിക മേഖലയിൽ ഒരു വലിയൊരു മാറ്റം വരാവുന്നത് ഈ പ്ലാന്റേഷൻ സെക്ടറില്ല. ഇപ്പൊ കഴിഞ്ഞ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിനകത്ത് ഒരു വാചകം കണ്ടേ തിരിച്ചുപോയി. കാരണം നെൽകൃഷി വികസനം സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. നെൽകൃഷി കഴിഞ്ഞ ഒരു 10, 20, 30 വർഷമായിട്ട് ഓരോ വർഷവും കുറഞ്ഞു വന്ന് ഇപ്പോൾ ഏതവസ്ഥയിലെത്തിയെന്ന് നമുക്കറിയാം. ഇനി അത് എങ്ങോട്ട് വികസിക്കാനാണ്, അതാണ് ഒരു ചോദ്യം. രണ്ടാമത് പച്ചക്കറി കൃഷി. ഇപ്പോഴും പച്ചക്കറി നമുക്കറിയാം, തമിഴ്നാട്ടിൽ നിന്ന് വന്നില്ലെങ്കിൽ ഇവിടെ പച്ചക്കറി ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിലുള്ള കൃഷി വികസനം സ്തംഭിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ വാസ്തവത്തിൽ പ്ലാന്റേഷൻ സെക്ടറിൽ ഇതേക്കുറിച്ച് ഒരു പുനരാലോചന ഇനിയെങ്കിലും വേണ്ടതാണ്. അതുപോലെ തന്നെ താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു സംഗതി, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ട് സർക്കാർ പണം മുടക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. നമ്മൾ IT സെക്ടറിലൊക്കെ അത് ശരിയായിരിക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു വ്യവസായങ്ങളൊന്നും വരാനായിട്ടുള്ള സാധ്യതയില്ല. വൻകിട വ്യവസായങ്ങൾക്കൊന്നും ഉള്ള ഒരു സാഹചര്യമല്ല കേരളത്തിലുള്ളത്. പക്ഷേ വൻകിട പദ്ധതികൾ, ഇപ്പം താങ്കൾ തന്നെ ആസൂത്രണ ബോർഡ് അംഗമായിരുന്ന കാലത്താണ് ഇവിടെ വിഴിഞ്ഞം പ്രോജക്റ്റ് വന്നത്, കൊച്ചി മെട്രോ വന്നത്. ഇതൊക്കെ വൻകിട പദ്ധതികളാണ്. പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയായി, 2ാം ഘട്ടം വളരെ വേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഇത് ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോജക്റ്റായിട്ട് നിൽക്കുകയാണ്. നമ്മൾ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ഇപ്പോഴും ആ പദ്ധതിയുടെ കീഴിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എത്രമാത്രം ജോലി ലഭിച്ചിട്ടുണ്ട്. വളരെ പരിമിതമാണ് ജോലി. കാരണം അത് ഓട്ടോമേറ്റഡ് ആണ്, പല പ്രശ്നങ്ങളുണ്ട്. ഇതിന് 2ാം ഘട്ടത്തിലാണ് ഇതിന് ശരിക്കുള്ള തൊഴിൽ സാധ്യതകൾ ഇവിടെ കിടക്കുന്നത്. പല കാരണങ്ങളും 2ാം ഘട്ടം നീണ്ടുപോവുകയാണ്. റെയിൽ കണക്ടിവിറ്റി ശരിയാകുന്നില്ല, റോഡ് കണക്ടിവിറ്റി ശരിയാകുന്നില്ല. ഇതിനെല്ലാം ഉപരിയായിട്ട് ഇതിന് 2ാം ഘട്ടത്തിൽ ഉണ്ടാകുന്ന വികസനങ്ങൾക്ക് സാധ്യമായ സ്ഥലം ഇപ്പോൾ തമിഴ്നാട്ടിലാണ് കിടക്കുന്നത്. അവിടെയാണ് വികസനം വരുന്നത്. അപ്പോൾ ഇതിനും സംസ്ഥാന സർക്കാരിൻ്റെ പണമാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നല്ല 2,000 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പം സംസ്ഥാന സർക്കാരിന് പണമില്ലാതെ ഈ പറയുന്ന പദ്ധതികൾ എത്രമാത്രം സാധ്യമാണ്, എൻ്റെ ഒരു ചോദ്യം അതാ. രണ്ടാമത്തേത്, ഈ സർക്കാർ കിഫ്ബി എന്ന് പറയുന്ന ഒരു ബോർഡ്, ഒരു ഫണ്ട് ബോർഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിനുള്ള പണം കണ്ടെത്തിയെന്ന് പറയുന്നു. കിഫ്ബിക്ക് UDF സർക്കാർ അനുകൂലമല്ല താനും. കിഫ്ബി പല കാരണങ്ങൾ കൊണ്ടും എതിർക്കുന്നു. എന്താണ് പിന്നെ ഒരു സാമ്പത്തിക സ്രോതസ് എന്താണെന്നുള്ളതാണ് ബേസിക്കായിട്ടുള്ള ചോദ്യം. ഇതിൽ ഒന്ന്, ലാൻഡ് എടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ഒരു എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ലാൻഡ് എടുക്കണം എന്ന് പറഞ്ഞാൽ ആ ലാൻഡ് ഗവൺമെൻറ് ഒന്ന് ബ്രിഡ്ജ് ചെയ്താൽ മതി.
അതായത് ഗവൺമെൻറ് കുറേ ലാൻഡ് എടുക്കുക, അത് ആൾക്കാർക്ക് കൊടുക്കുക, ആ പൈസ വെച്ചിട്ട് പേരെ എടുക്കാൻ പറ്റും. പക്ഷെ പറ്റിയിരിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ കുറേ വർഷമായിട്ട് ചെയ്യാതിരുന്നത് കൊണ്ട് അവിടുത്തെ പ്രൈസ് കംപ്ലീറ്റ്ലി അങ്ങ് കൂടി. അപ്പോൾ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ പോയ ഇതിൻ്റെ 10 കോസ്റ്റിൽ ലാൻഡ് കിട്ടും. പിന്നെ ഒരു കാര്യമുള്ള, ഒരു പോർട്ടിൻ്റെ തൊട്ടടുത്ത് വേണമെന്നില്ല, അപ്പോൾ തമിഴ്നാട്ടിലേക്ക് ആൾക്കാർ പോയി തുടങ്ങും. അപ്പോൾ കേരളത്തിന് അതിൻ്റെ ബെനിഫിറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന പോർട്ട് റിലേറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ബിസിനസ്സുകളുടെ ഹൈ റിട്ടേൺ അല്ലെങ്കിൽ ഹൈ വാല്യുവേഷനുള്ള ടൈപ്പ് ബിസിനസ്സുകൾ ഇവിടെ നമ്മൾ നോക്കുക. എന്നിട്ട് ആ ബിസിനസ്സുകൾക്ക് ഉള്ള ഫെസിലിറ്റേഷൻ ചെയ്യുക. അതിൽ സബ്സിഡി ഒന്നും ആവശ്യം വരുന്നില്ല. ഈ വാല്യൂ അഡീഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്, വാല്യൂ അഡീഷൻ ഞാൻ നേരത്തെ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറഞ്ഞു. സ്റ്റോർ ചെയ്യുക, വെളിയിലേക്ക് അയക്കുക, പാക്ക് ചെയ്ത് വിടുക. രണ്ടാമത് സ്മോൾ ഇലക്ട്രോണിക്സ്. വലിയ ഒരു 100 ഏക്കർ സ്ഥലം വേണ്ടതല്ല, ഒരു 5 ഏക്കർ 10 ഏക്കറിൻ്റെ അകത്ത് വരാൻ സാധ്യതയുള്ള ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് ഫാക്ടറീസ്. ഇപ്പം നമുക്കൊരു ഐഫോണിൻ്റെ ഒരു ഫാക്ടറി തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത്രയും ലാൻഡ് വേണ്ട. അപ്പോൾ ആ രീതിയിലുള്ള പ്രോജക്ട്സിൽ വളരെ പ്രിസിഷൻ എഞ്ചിനീയറിങ് വേണ്ട, സ്കിൽഡ് ലേബർ വേണ്ട പ്രോജക്റ്റുകൾ അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്തുവാ നമ്മൾ അട്രാക്ട് ചെയ്യാനുള്ളത്? ലെസ് ലാൻഡ്, മോർ ജോബ്സ്, ലെസ് ഇലക്ട്രിസിറ്റി. ഇങ്ങനെയുള്ള പ്രോജക്റ്റിലാണ് നമ്മൾ അട്രാക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ വിഴിഞ്ഞം റിലേറ്റഡ് അങ്ങനത്തെ കാര്യങ്ങൾ വരാം. പിന്നെ വിഴിഞ്ഞം റിലേറ്റഡ് വരാൻ വലിയൊരു സാധ്യത ഉള്ളത്, നമ്മൾ ഇന്നും അവർക്ക് ഒരു 20 ഏക്കർ ഭൂമി വേണം. ലാൻഡ് ഗവൺമെൻറ്റിലോട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളൂ. ഒരു ലക്ഷറി നമ്മുടെ ഈ ലൈനേഴ്സ് ഉണ്ടല്ലോ, ആ ലൈനേഴ്സിൻ്റെ ടൂറിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു 20 ഏക്കർ സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ക്രൂസ് ഷിപ്സ്, അദാനി ഗ്രൂപ്പിന് പോർട്ടിൽ തന്നെ നമ്മൾ ക്രൂസ് ലൈനറിന് തുടങ്ങാം. ക്രൂസ് ടെർമിനലിന് സ്ഥലം കൊടുക്കാം. ക്രൂസ് ടെർമിനലിന് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ ആ ക്രൂസ് ടെർമിനലിൽ ക്രൂസ് വരും. ഒരു ക്രൂസ് ലാൻഡ് ചെയ്താൽ, ഒരു കപ്പൽ വന്നാൽ ഒരു ദിവസം ഏകദേശം 1000-1500 പേരാണ് നഗരത്തോട്ട് ഇറങ്ങാൻ പോകുന്നത്. 1500 പേര് നഗരത്തോട്ട് ഇറങ്ങി എത്ര ടാക്സികളും എത്ര ബാക്കി ഹോട്ടലുകളിൽ ചിലവാകും. എക്കണോമിക് ഇമ്പാക്റ്റ് വളരെ ഹൈ ആയിരിക്കും. നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്തോന്നിനൊക്കെയാണ് എക്കണോമിക് ഇമ്പാക്റ്റ് വരാൻ സാധ്യത, ആ എക്കണോമിക് ഇമ്പാക്റ്റ് വരാൻ സാധ്യതകളുള്ളതിന് ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുക. മറ്റൊരു വലിയൊരു കാര്യം, കൊച്ചി മെട്രോയുടെ കാര്യം പറഞ്ഞു. ശരിക്കും തിരുവനന്തപുരം മെട്രോയുടെ നേരത്തെ ഞാനൊക്കെ പ്ലാനിംഗ് ബോർഡിലുണ്ടായിരുന്ന സമയത്ത് ചെയ്തതിൻ്റെ അലൈൻമെൻറ്റ് വാസ് നോട്ട് പക്ക. ഇത് ഇപ്പോൾ രണ്ടാമത്. പക്ഷെ അതല്ല വേണ്ടത്. ശരിക്കും മെട്രോയുടെ ഇമ്പാക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിരുവനന്തപുരം അതിൻ്റെ സെൻട്രൽ ഇതായിട്ട് ചെയ്താലും പള്ളിപ്പുറം വരെ പോയിട്ട് കാര്യമില്ല, ഒരു സൈഡിലേക്ക് ട്രാഫിക് ഉള്ളൂ. ശരിക്കും ചെയ്യേണ്ടത് ആറ്റിങ്ങൽ, നെടുമങ്ങാട്, നെയ്യാറ്റിങ്ങര ഈ 3 സ്ഥലങ്ങളും തിരുവനന്തപുരമായിട്ട് കണക്ട് ചെയ്യുന്ന മെട്രോ ആയിരിക്കണം. ആ മെട്രോ മെഡിക്കൽ കോളേജ് ടച്ച് ചെയ്യണം, ടെക്നോ പാർക്കിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകണം, എയർപോർട്ടിലോട്ട് പോകണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ മെട്രോയുടെ യൂസേജ് തന്നെ കൂടും. ഇതെല്ലാം കൂടെ ഫസ്റ്റ് ഫേസിൽ ചെയ്യണമെന്നില്ല, ഒരു 2-3 ഫേസ് ആയിട്ട് തിരുവനന്തപുരം മെട്രോ ഇന്ന് ആലോചിച്ചതിനേക്കാളും വ്യത്യസ്തമായിട്ട് എയർപോർട്ട്, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, തിരുവനന്തപുരം ചെയ്തു കഴിഞ്ഞാൽ 1 ആ റോഡുകളിലെ ട്രാഫിക് കുറയും, 2 ആൾക്കാർക്ക് എളുപ്പം ട്രാവൽ ചെയ്യാൻ പറ്റും. ആ ഒരു ബെനിഫിറ്റും കൂടെ നമുക്ക് വരും. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് തോട്ട് പ്രോസസ്സിൽ വരണം. അല്ലാതെ ശരി ഇപ്പോൾ പണ്ട് പള്ളിപ്പുറം മുതൽ ടെക്നോ പാർക്കും പിന്നെ ശ്രീകാര്യം വഴി തമ്പാനൂർ വരെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ റൂട്ടിൽ ആൾക്കാർ താമസം കുറവാണ്. അപ്പോൾ ആ രീതിയിലുള്ള ചേഞ്ചസ് വരും.